ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ബ്ലോഗ്, ലക്ഷ്യ ദ പ്ലേസ് വെർ ഫൗണ്ട് സൊല്യൂഷൻ. ഇതൊരു മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ബ്ലോഗാണ്. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കാണാം, പിന്നെ ഒരു 7 ലിങ്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ മാത്തമാറ്റിക് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ലിങ്ക് എടുത്തോടുകയാണെങ്കിൽ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ക്ലിക്ക് ഹിയർ ഫോർ ഡൗൺലോഡിങ് ടെക്സ്റ്റ് ബുക്ക്. ആ ഒരു ലിങ്ക് തൊടുകയാണെങ്കിൽ നേരെ സമഗ്ര എൻ്റെ സൈറ്റിലേക്ക് പോകും. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, മാത്സിൻ്റെ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പേജിൽ എന്ത് വേണം, 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക്, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ലിങ്ക് വേണം. എന്നിട്ട് ആ ലിങ്ക് തൊടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ശരി, ഞാൻ കളത്രൊന്നും ചെയ്തിട്ടില്ല. ഒരു ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തോട്ടെ. സമഗ്ര എന്ന സൈറ്റിൽ ഏത് ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാമല്ലോ. അപ്പോൾ രണ്ടാമത്തെയാണ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക്. ആ ലിങ്ക് തൊടുകയാണെങ്കിൽ നേരെ ഒരു പേജിലേക്ക് പോവും. അപ്പോൾ ഇവിടെയുണ്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള. അപ്പോൾ ആ ഓപ്ഷൻ ഞാൻ ലിങ്ക് തൊടുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഹോൾ എന്ന് പറയുന്ന ഒരു സൈറ്റിലേക്ക് പോകും. അപ്പം ഇവിടുന്ന് എന്ത് ചെയ്യാം, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതും ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ എന്ത് ചെയ്യണം, ഒരു ലിങ്ക് കൊടുക്കണം ഹാൻഡ് ബുക്കിൻ്റെ, എന്നിട്ട് ഹാൻഡ് ബുക്ക് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യണം. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ സൈറ്റിൽ ഇങ്ങനെയാണ്. അടുത്താണ് കേട്ടറ്റ് ക്വസ്റ്റ്യൻ പൂൾ. അത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെയും ക്ലിക്ക് ചെയ്യാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കറക്റ്റ് എന്ത് ചെയ്യും, എൻ്റെ ആ PDF ഓപ്പൺ ആയി വരും. ശരിക്കും ഇതുപോലെയാണ് ബാക്കി രണ്ടും ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ PDF ഓപ്പൺ ആയ പോലെ തന്നെ 8ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരണം. പിന്നെ അത് കുറേ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതുകൊണ്ടാണ്, പിന്നെ എൻ്റെ ഫോണിൽ അത്ര സ്റ്റോറേജും ഇല്ല. അതെല്ലാം കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. ഓക്കെ, ഇനി അടുത്ത ലിങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ മോഡൽ. ആ സ്റ്റിൽ മോഡൽ തൊടുന്ന സമയത്ത് മാത്തമാറ്റിക്സ് സ്റ്റിൽ മോഡൽ എന്ന് പറഞ്ഞാൽ 2-3 സ്റ്റിൽ മോഡലിൻ്റെ പിക്ചേഴ്സ് വരും. വാവ്, സൂപ്പർ. പിന്നെ ഞാൻ ബാക്ക് അടിക്കുകയാണെങ്കിൽ എൻ്റെ സൈറ്റിൽ വീണ്ടും വരും. അതിൽ വർക്കിംഗ് മോഡലുണ്ട്. വർക്കിംഗ് മോഡലുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് മോഡലിൻ്റെ പിക്ചേഴ്സ് വരും. പിന്നെ ലാസ്റ്റ് മാത്തമാറ്റിക്കൽ ഫ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ആക്കുവാണെങ്കിൽ ഈ ഒരു സൈറ്റിലേക്ക് പോകും. ഇവിടെയും ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്ത എൻ്റെ മാത്തമാറ്റിക്സ് ആ ഫ്ലിപ്പ് ബുക്ക്, അതിൻ്റെ ലിങ്കാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പണായി വരും. പിന്നെ ലാസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് ട്യൂട്ടോറിയൽ വീഡിയോ. അത് ഞാൻ ഓപ്പൺ ആക്കി വന്നു കഴിഞ്ഞാൽ ഈ പേജ് വരും. അതിൽ ക്ലിക്ക് ചെയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഞാൻ എൻ്റെ മറ്റേ യൂട്യൂബ് ചാനലില്ലേ, എൻ്റെ ചാനലിൽ 215 വ്യൂസ് കിട്ടില്ല, 15 ലൈക്ക്. ഓക്കെ, ഈ സൈഡിലേക്ക് പോയിട്ട് ഞാൻ എങ്ങനെയാണോ അത് ഉണ്ടാക്കിയെന്നുള്ള സാധനം വരും. ഓക്കെ, ഇതാണ് എൻ്റെ ബ്ലോഗ്. ഇത്രയും സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ബ്ലോഗ് ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഡൗട്ടാണ്. ഇതാണോ സാറ് ഉദ്ദേശിച്ച ബ്ലോഗ്, അല്ല ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നുള്ള ഡൗട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാത്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഞാൻ സ്ക്രീൻഷോട്ട് മറ്റേ റെക്കോർഡ് ചെയ്ത സമയത്ത് വെറും 5 മിനിറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു 15 മിനിറ്റോളം എടുത്തു പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ ഒന്നാമത് നെറ്റിൻ്റെ ഒരു പ്രശ്നവും പിന്നെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ കറങ്ങി കളിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്കൊരു ഡൗട്ട്, ഇങ്ങനെയാണോ ബ്ലോഗ് എന്ന്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എല്ലാവരും ഇതേ സാധനം ഫോളോ ചെയ്തിട്ട് അഥവാ ഇതല്ലെങ്കിലോ, അപ്പോൾ ഈ ഒരു ഡൗട്ട് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് പറയാം, ഇങ്ങനെ തന്നെയാണോ ബ്ലോഗ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. പിന്നെയെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, ഇതിൽ പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു ഭാഗത്ത് നിങ്ങളെ പ്രൊഫൈൽ വരും, അതിൻ്റെ താഴെ ലിങ്ക് വരും. ഇവിടെ ഇതിപ്പോൾ വെറും ഓപ്പൺ ആക്കി ആകെ 2-3 ലൈനും പിന്നെ കുറച്ച് ലിങ്കല്ലേ ഉള്ളൂ. ഇങ്ങനെയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ എല്ലാം പിക്ചേഴ്സ് വരണം. പിക്ചേഴ്സിൻ്റെ താഴെ ഈ ലിങ്ക് തൊടാണ്ട് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവില്ലേ, ആ വീഡിയോസ് ഇങ്ങനെ പ്ലേ ചെയ്യും. അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കി ചെയ്യേണ്ട ഒരു സാധനമാണിത്. അപ്പോൾ ഇതൊരു ഉടായ്പ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ഗ്രൂപ്പ് പറയാം. പിന്നെ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച 2 യൂട്യൂബ് വീഡിയോ ഉണ്ട്.
അപ്പോൾ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനും നന്നായിട്ട് സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കൂടി ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രം മതി, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഗ്രൂപ്പിൽ പറയാം. ഇതിപ്പോൾ ആവശ്യക്കാരില്ലെങ്കിൽ ഓൾറെഡി ഉണ്ടാക്കി പോലും ഉണ്ടാവും, ഇതിനു മുമ്പ് ചെയ്ത പോലും ഉണ്ടാവും. ഇപ്പോൾ ആർക്കും ഇത് വേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ പെട്ടെന്ന് തന്നെ ഇട്ട് തരാം. ലാഗ് ഉണ്ടാവും, എന്നെ കൊണ്ടാകുന്ന പോലെ ഞാൻ ചെയ്തു തരാം. ഓക്കെ ഗൈസ്, താങ്ക് യു.